വാഗ്ദത്തമാണ്. നമ്മുടെ മക്കളെ ആരെങ്കിലും പീഡിപ്പിക്കുന്ന ഇഷ്ടമുണ്ടോ? അന്യദേശത്ത് അവർ ഒറ്റപ്പെട്ടു പോയി കിടക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നിന്റെ തലമുറ എനിക്ക് പഠിപ്പിക്കാം. എന്റെ വിഷയങ്ങൾക്ക് വിടുതൽ വരാത്തത് എന്തുകൊണ്ടെന്നില്ല. തലമുറയ്ക്ക് ദൈവം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. നീ കരഞ്ഞിട്ടും ചില വിഷയത്തിന് മറുപടി ഇല്ലാത്തതിന്റെ കാരണം അവരേതൊക്കെ അവസ്ഥയിൽ കൂടി തെറ്റി എന്നുള്ളത് ദൈവത്തിന് അറിയാം. പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്ന നേടുന്ന കണ്ണുനീരിന്റെ ചൂടുമാറാത്ത നന്മകൾ അനുഭവിച്ചിട്ടും അവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവരെ ശാപഗ്രസ്തരായി മാറ്റി പഠിക്കണമെന്ന് 40 ദിവസം പോലും വേണ്ട കനാനിലെത്താൻ ഇസ്രായേൽ ജനത്തിൽ. 11 ദിവസം കൊണ്ട് എത്താം. 40 വർഷം കൊണ്ട് ഭരിച്ചു. എന്തിനാ 40 വർഷം? വരും തലമുറ, പിൽക്കാലത്തെ തലമുറ യുദ്ധസന്നദ്ധരായി തീരണം. ജാതികളുടെ ദേശത്ത് യുദ്ധസന്നദ്ധരായി യുദ്ധം ചെയ്തവർ ദേശം കൈവശമാക്കണം. നമ്മളുടെ ലേവി കുടുംബമാണ് നമ്മള്. ആ ലേവി കുടുംബത്തിലെ ഒരു കുഞ്ഞാണ് തെറ്റിപ്പോയ ദൈവം അടിക്കും. പലപ്പോഴും ഗതിയില്ലാതെ വരുന്നതിന്റെ കാര്യം എന്താണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവൻ തന്നിരിക്കേ രാത്രി 8 മണിക്ക് പല സ്ഥലത്ത് വീഴുമ്പോൾ നീയും ഞാനും വീഴാതെ ദൈവം പറയുന്നു നമ്മൾ മുടിക്ക് വാങ്ങാതിരിക്കുന്നത് അവന്റെ ദയ. എന്നാൽ മുടിപ്പിക്കുവാൻ ഞാൻ ഉച്ച നോക്കി അയ്യപ്പടി കേൾക്കണമെന്ന് വാദിച്ചിരിക്കുന്ന ശത്രു ചുറ്റിനും ഉണ്ടെന്ന്. എന്നാൽ അവന്റെ ഇഷ്ടം നടക്കത്തില്ല. അവന്റെ ഇഷ്ടം നടക്കത്തില്ല. അത് സാധിക്കത്തില്ല. വാദിച്ചാലും എത്ര എതിരിട്ടാലും ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം എന്നെ ചതിക്കയില്ല. ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നെ അനാഥമാക്കയില്ല. ഞാൻ ആശ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം സംഭവിച്ചു പോകത്തില്ല. ഒരു ഉറപ്പുണ്ടോ? വില്ല് നീ കയ്യിലെടുക്ക. അത് നിന്റെ കയ്യിലൊന്ന് പുതുക്ക. വിശ്വാസത്തിന്റെ ശക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തിയെ ഏറ്റെടുക്കത്തക്കവണ്ണം അത് ലക്ഷ്യത്തിൽ എറിഞ്ഞു പിടിപ്പിക്കത്തക്കവണ്ണം ലക്ഷ്യമുള്ള വ്യക്തിയായി വിശ്വാസത്തിന്റെ സ്ഥിരത നേടുക. വിശ്വാസമുണ്ട് കേട്ടല്ലോ. സഭകളിലൊക്കെ വിഴുങ്ങിയതായി. ഇന്ന് സഭായോഗ പള്ളിയോഗത്തേക്കാൾ കഷ്ടമാണ്. ചിലക്ക് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? പിശാചി കയറിയെന്നാണ്. ശക്തിയോടെ മണിക്കൂറുകൾ നിന്നിരുന്ന് ആരാധിച്ച സഭകള് ഇന്ന് കടന്നു വന്ന് സഭായോഗം നടത്തുന്ന വ്യക്തിക്ക് ആളെ കൂട്ടണം, പണം കയറണം, ദശാംശം വരണം, നന്മ കിട്ടണം. ഈ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം. എന്നാൽ ലക്ഷ്യത്തിൽ പായിക്കുന്ന ഒരു അമ്പ് പോലെ ദൈവവചനത്തിന്റെ ശക്തിയുടെ ആഴം വെളിപ്പെടുത്തുവാൻ കഴിവില്ലാതെ ഏതുമാക്കി സഭായോഗത്തെ അലക്ഷ്യമാക്കി സഭായോഗം നടത്തി പിരിക്കുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ തെറ്റി ഉഴന്ന് കിടക്കുന്നു. എത്രയോ കുടുംബങ്ങൾ അനാഥമായി മാറുന്നു. എത്രയോ വ്യക്തി ജീവിതങ്ങൾ തമ്മിലടിച്ച് ഇടർച്ച ഉണ്ടാക്കുന്നു. എത്രയോ കുടുംബങ്ങളിൽ മാരണ വെല്ലുവിളി നടക്കുന്നു. എത്രയോ കുടുംബങ്ങൾ കടഭാരത്തിന്റെ ആഴത്തിൽ കെട്ടിക്കിടക്കുന്നു. എത്രയോ മക്കള് പഠിക്കുവാൻ നിർവാഹമില്ലാതെ വിടുതലില്ലാതെ ശൂന്യപാത്രങ്ങളായി ഗതിയില്ലാത്തവരായി എത്രയോ പേർ വേദനിച്ച് കരഞ്ഞു കലങ്ങുന്നു. പലരും ചോദിക്കും, ബെന്തിക്കോസിൽ പോയിട്ട് നിനക്കെന്നാ ഗതിയെ? ആരാണിത് പറയിപ്പിക്കുന്നത്? ഈ പറച്ചിലിന് ഉത്തരവാദി ആരാണ്? സത്യാത്മാവിൽ ആരാധിക്കുവാൻ ഇറങ്ങിയ ജനത്തിന് പരിശോധനയുണ്ട്, സത്യമാണ്. എന്നാൽ
നിന്നെ ഞാൻ താഴ്ത്തുമ്പോൾ, നിന്നെ വിശപ്പിക്കുമ്പോൾ, നിന്നെ പരിശോധിക്കുമ്പോൾ, നിന്നെ പരീക്ഷിക്കുമ്പോൾ നിനക്കൊരു പ്രൊമോഷൻ ഉണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നും കുന്നും പരിശോധനയിൽ കിടക്കുന്ന ദൈവജനത്തിന് വിടുതലില്ലാത്തത് എന്തുകൊണ്ട്? അവനെ ചുറ്റുന്ന പ്രാണശക്തിയെ, എതിര് ശക്തിയെ, അവൻ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവിനെ വെട്ടി മാറ്റുവാനില്ലാത്തവർ ദൈവസഭ ഭരിക്കുമ്പോ രക്തം ക്ഷയമെടുക്കട്ടെ. ചില കുടുംബങ്ങളിൽ കണ്ണുനീര് തോരുന്നില്ല. മാതാപിതാക്കൾ സന്തോഷിക്കുന്നില്ല, മക്കൾ സന്തോഷിക്കുന്നില്ല. ചില കുടുംബങ്ങളിൽ വിവാഹബന്ധം നടക്കുന്നില്ല. ചിലർക്ക് ജീവിതത്തിന് വഴി ഒരുക്കപ്പെടുന്നില്ല. സഭയില്ലാഞ്ഞിട്ടോ, വചനമില്ലാഞ്ഞിട്ടോ, പ്രസംഗമില്ലാഞ്ഞിട്ടോ, ആരാധനയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പിന്നെയോ കാഴ്ചപ്പാടില്ലാത്തതോ. ദൈവജനത്തെ വിടുവിക്കണമെന്നും ദൈവജനം ദേശത്ത് നശിക്കരുതെന്നും അവർ ജാതിയുടെ ചൂണ്ടുപലകയായി മാറരുതെന്നും ആഗ്രഹമുള്ള ശുശ്രൂഷകരില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയും, ദൈവജനത്തിന് കർത്താവ് കരയിലിരുന്ന് കൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ കടലിലേക്ക് ചെന്നൊരു ചൂണ്ടലിട. എനിക്കും നിനക്കും വേണ്ടിയുള്ളത് കടലിൽ കൂടി ഊളിയിടുന്നടാ. നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഊളിയിട്ട് പോകുന്ന ബ്രഹ്മപ്പണം പിഴിഞ്ഞ മഹാമത്സ്യത്തെ കണ്ട കർത്താവ് കരയിലിരുന്ന് സംസാരിച്ചു. എന്നാൽ വിശ്വാസി ഓടിച്ചെല്ലുമ്പോൾ അത് വെളിപ്പെടുകയാണ്. എന്ന് പകൽക്കാലം നിനക്കുള്ളതിനെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. നിന്റെ കടഭാരം മാറുമോ? നിന്റെ വിഷയത്തിന് മറുപടി തരുവോ? നിന്റെ വേദന മാറുമോ? നിന്റെ സങ്കടം മാറുമോ? നിന്റെ തലമുറയുടെ ഉദ്ധാരണത്തിനുള്ള വഴിയും ശുഭയാത്രകളും അവൻ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അത് കയ്യിൽ വരാത്തത് എന്തുകൊണ്ട്? ഇടയ്ക്കും അതിൽ കെട്ടിച്ചിലത് നിൽക്കുകയാണ്. വിശ്വാസപാതയിൽ നീ ഇറങ്ങിയപ്പോൾ മുതൽ, ദൈവവചനത്തിന്റെ ശക്തി നിന്നിൽ വരാൻ തുടങ്ങിയപ്പോൾ മുതൽ, ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട സമയം മുതൽ നീ ജയിക്കുമോ ഇല്ലയോ എന്ന് കാണാൻ വേദന തിങ്ങി വീഴുമ്പോ, നിന്റെ നിരക്കം തിങ്ങി വീഴുമ്പോ, നിന്റെ ഉയർച്ച തിങ്ങി വീഴുമ്പോ, ആരും അറിയാതെ അയ്യം വിളിച്ച് നിലവിളിക്കുമ്പോ, ആരോട് കാണിക്കാതെ, ആരോട് പറഞ്ഞറിയിക്കാൻ വയ്യാതെ നിരാശയിൽ നീ വിടുന്ന നെടുവീർപ്പ്, ദീർഘശ്വാസം എന്റെ അടുക്കൽ വന്നെത്താ. പലവിധ കഷ്ടത്തിൽ വളഞ്ഞിരിക്കും. കമ്പിമുള്ളുകൊണ്ട് നിന്നെ വളഞ്ഞു കെട്ടി ഒരു വിധത്തിലും പുറത്തു പോകരുതെന്ന് നിന്റെ ശ്വസന കെടുത്തി നിന്നെ ജീവിക്കുവാൻ അനുവദിക്കാത്ത ഞാനൊക്കെ സ്വർഗം കേട്ട ദീർഘശ്വാസം നിമിത്തം Hallelujah.